ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള പ്രീമിയം സർവീസുകളിലൂടെ വേഗതയും യാത്രാസുഖവും വർദ്ധിപ്പിച്ച റെയിൽവേ 2026ഓടെ പകലും രാത്രിയുമുള്ള യാത്രകളുടെ മുഖച്ഛായ മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കൂട്ടം മെഗാ പ്രോജക്റ്റുകൾക്ക് രൂപം നൽകിക്കഴിഞ്ഞു. പഴയ രാജധാനി എക്സ്പ്രസിനും അപ്പുറമുള്ള ഒരു യാത്രാ അനുഭവം വാഗ്ദാനം ചെയ്യുന്ന, ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പറാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ഇതിനോടൊപ്പം സാധാരണക്കാർക്കായി അമൃത് ഭാരത് എക്സ്പ്രസ്, പ്രാദേശിക യാത്രകൾക്കായി നമോ ഭാരത്, ഇന്ത്യയുടെ തദ്ദേശീയമായ ബുള്ളറ്റ് ട്രെയിൻ, പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ട്രെയിനുകൾ എന്നിവയും റെയിൽവേയുടെ വരാനിരിക്കുന്ന പദ്ധതികളിലുണ്ട്. ഓരോ വിഭാഗം യാത്രക്കാർക്കും ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പുതിയ തരംഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ദീർഘദൂര യാത്രകൾക്ക് ആധുനികത നൽകാനുള്ള ശ്രമമാണ്. നിലവിലെ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സ്ലീപ്പർ സൗകര്യമില്ലാത്തതിനാൽ പല പ്രധാന റൂട്ടുകളിലും അവയുടെ പ്രയോജനം പരിമിതമായിരുന്നു. ഈ വിടവ് നികത്താൻ 2026ഓടെ 200-ലധികം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അവതരിപ്പിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് ഓരോന്നിനും 16 കോച്ചുകളുള്ള റേക്കുകളായിരിക്കും ഉണ്ടാവുക. അതിൽ 11 AC 3 ടയറും 4 AC 2 ടയറും 1 AC ഫസ്റ്റ് ക്ലാസും ഉണ്ടാകും. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ട്രെയിനുകൾ രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച യാത്രാ സമയം നൽകും. സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഡംബരവും സാങ്കേതിക തികവും. കൂടുതൽ സുഖപ്രദമായ മെത്തകളുള്ള ബെർത്തുകൾ, മുകൾ ബെർത്തിലേക്ക് എളുപ്പത്തിൽ കയറാൻ സഹായിക്കുന്ന മെച്ചപ്പെടുത്തിയ കോണിപ്പടികൾ, ഓരോ ബെർത്തിനും സമീപം റീഡിംഗ് ലൈറ്റുകൾ, ചാർജിംഗ് പോർട്ടുകൾ, ഹോൾഡബിൾ ടേബിളുകൾ എന്നിവയെല്ലാം ഇതിലുണ്ടാകും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി കവച് കൂട്ടിയിടി ഒഴിവാക്കൽ സംവിധാനം, CCTV നിരീക്ഷണം, ഓട്ടോമാറ്റിക് വാതിലുകൾ, പൂർണ്ണമായും സീൽ ചെയ്ത ഗാംഗ്വേകൾ, അതുപോലെ സെൻട്രലൈസ്ഡ് കോച്ച് മോണിറ്ററിംഗ് സംവിധാനം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് പ്രകൃതിദത്തമായ പ്രകാശം ലഭിക്കുന്നതിന് സൗകര്യപ്രദമായ GFRP ഇൻറ്റീരിയറുകൾ, മനോഹരമായ രാത്രികാല ലൈറ്റിംഗ് എന്നിവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ മോഡുലാർ അടുക്കള യൂണിറ്റുകൾ, AC ഫസ്റ്റ് ക്ലാസ്സിൽ ചൂടുവെള്ളത്തിനോട് കൂടിയ ഷവർ സൗകര്യം എന്നിവയും ഇതിലുണ്ടാകും. ശുചിത്വത്തിനായി ബയോ വാക്വം ടോയ്ലറ്റുകൾ, ഭിന്നശേഷി സൗഹൃദ വാഷ്റൂമുകൾ, ശിശുപരിപാലന കേന്ദ്രങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. BMEL, കിന്നെറ്റ്, അതുപോലെ ടൈറ്റാഗഡ്, BHEL എന്നീ സ്ഥാപനങ്ങളാണ് ഈ ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കുന്നത്. ആദ്യ പ്രോട്ടോടൈപ്പുകളുടെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഡിസംബറോടെ ആദ്യ ലോഞ്ച് നടത്താനാണ് റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശം. ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് നിർമ്മാണശാലയായ ICF 24 കോച്ചുകളുള്ള മറ്റൊരു പതിപ്പും ഇതിനോടകം വികസിപ്പിക്കുന്നുണ്ട്. പ്രീമിയം ട്രെയിനുകൾക്കപ്പുറം രാജ്യത്തെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട non-AC യാത്രാ സൗകര്യം നൽകാൻ ലക്ഷ്യമിട്ടാണ് അമൃത് ഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചത്. 2023 അവസാനത്തോടെ ആരംഭിച്ച ഈ പദ്ധതിയുടെ അടുത്ത പതിപ്പായ അമൃത് ഭാരത് 2.0 ട്രെയിനുകൾ ICF നിർമ്മിച്ചു വരുന്നു. ഇവയുടെ പ്രധാന സവിശേഷത വേഗത്തിനുള്ള സഞ്ചാരത്തിനായി പുഷ് പുൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്നതാണ്. 130 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കഴിയുന്ന ഈ ട്രെയിനുകൾക്ക് മെച്ചപ്പെട്ട സസ്പെൻഷനും ബ്രേക്കിംഗ് സംവിധാനവുമുണ്ട്. അമൃത് ഭാരത് 2.0ലെ പ്രധാന മാറ്റങ്ങൾ മടക്കി വയ്ക്കാവുന്ന ലഘുഭക്ഷണ മേശകൾ, മെച്ചപ്പെടുത്തിയ സീറ്റുകളും ബെർത്തുകളും, മൊബൈൽ ഹോൾഡറുകൾ, ആധുനിക LED ലൈറ്റിംഗ് എന്നിവ ഉൾപ്പെടുന്നു. തീപിടുത്തം തടയാൻ ടോയ്ലറ്റുകളിലും ഇലക്ട്രിക് ഏരിയകളിലും ഫയർ സപ്രഷൻ സംവിധാനം, ആധുനിക പാസഞ്ചർ അനൗൺസ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ USB A and C പോർട്ടുകളും ലഭ്യമാണ്. ഏറ്റവും പ്രധാനമായി ഈ ശ്രേണിയിലെ അടുത്ത തലമുറയായ അമൃത് ഭാരത് 3.0ൽ AC കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തും എന്നതാണ്. ഇതിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് 2026 മാർച്ചിനുള്ളിൽ പുറത്തിറക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ AC സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്. നഗരങ്ങൾക്കിടയിലെ അതിവേഗ കണക്ടിവിറ്റിക്കായി രൂപകൽപ്പന ചെയ്ത റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം വിഭാഗത്തിലുള്ള ട്രെയിനുകളാണ് നമോ ഭാരത്. 130 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഇവ തിരക്കിട്ട നഗരങ്ങൾക്കിടയിലെ യാത്രകൾക്ക് വിപ്ലവം സൃഷ്ടിക്കും. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകൾ, വീതിയുള്ള സീൽ ചെയ്ത ഗാംഗ്വേകൾ, ഓട്ടോമാറ്റിക് പ്ലഗ് ഡോറുകൾ, ബെഞ്ച് മെറ്റൽ കുഷൻ സീറ്റിംഗ്, CCTV എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റുകൾ, വാക്വം ബയോ ടോയ്ലറ്റുകൾ എന്നിവ ഇവയുടെ പ്രത്യേകതകളാണ്. റായ്ബറേലിയിലെ RCF അടുത്ത 50 നമോ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘകാല കാഴ്ചപ്പാടിൽ 2 വിപ്ലവകരമായ പദ്ധതികൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. തദ്ദേശീയ ബുള്ളറ്റ് ട്രെയിൻ വികസനമാണ് അതിലെ ഏറ്റവും പ്രധാനം. മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ജപ്പാനുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന പദ്ധതിക്ക് പുറമെ BEML, ICF, NHSRCL എന്നിവ സംയുക്തമായാണ് ഇന്ത്യ സ്വന്തമായി ഒരു ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ വികസിപ്പിക്കുന്നത്. ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂർണ്ണ എയർ കണ്ടീഷനിംഗ്,
പൊടി അകറ്റി നിർത്താനുള്ള സംവിധാനങ്ങൾ എന്നിവയോട് കൂടിയ തദ്ദേശീയമായ ആദ്യ പ്രോട്ടോടൈപ്പ് 2027 തുടക്കത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗമെന്ന നിലയിൽ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ വികസിപ്പിച്ചു കഴിഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് സോണിപത്ത് റൂട്ടിൽ ഉടൻ പരീക്ഷണയോട്ടം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ട്രെയിനിന് 110 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിയും. ഡീസൽ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ഈ ബൃഹത്തായ നവീകരണം വെറും ആഡംബരത്തിൻ്റെ കാര്യം മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ചുവടുവയ്പ്പാണ്. മെച്ചപ്പെട്ടതും വേഗതയേറിയതുമായ ട്രെയിനുകൾ യാത്രാസമയം കുറയ്ക്കുകയും അത് ബിസിനസ് യാത്രക്കാർക്കും സാധാരണക്കാർക്കും സമയം ലാഭിക്കാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും അവസരം നൽകുകയും ചെയ്യും. ഉദാഹരണത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സമയബന്ധിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ ലോജിസ്റ്റിക്സിനും വാണിജ്യത്തിനും അതിൻ്റെ ഗുണങ്ങൾ പ്രതിഫലിക്കും. കൂടാതെ തദ്ദേശീയമായി ട്രെയിനുകൾ നിർമ്മിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഊന്നൽ നൽകുകയും ചെയ്യും. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും. വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രീമിയം പദ്ധതികൾ സാധാരണക്കാരന് അപ്രാപ്യമാക്കാം എന്നാണ്. എന്നാൽ അമൃത് ഭാരത് എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾ അവതരിപ്പിച്ചുകൊണ്ട് റെയിൽവേ എല്ലാ വിഭാഗം യാത്രക്കാർക്കും ഗുണനിലവാരം ഉറപ്പാക്കുന്നു. എല്ലാത്തരം യാത്രക്കാരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ നയമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 2026 ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ കൂട്ടം ട്രെയിനുകൾ യാത്രക്കാരുടെ അനുഭവം പൂർണ്ണമായും മാറ്റിമറിക്കും. അത് അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകളാകട്ടെ, ആഡംബര വന്ദേ ഭാരത് സ്ലീപ്പറുകളാകട്ടെ, അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ട്രെയിനുകളാകട്ടെ, ഓരോ പദ്ധതിയും ഇന്ത്യയുടെ ഗതാഗത ഭൂപടത്തിൽ ഒരു നാഴികക്കല്ലാണ്. ലോകോത്തര നിലവാരമുള്ളതും സുരക്ഷിതമായതുമായ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള രാജ്യത്തിൻ്റെ ദൃഢനിശ്ചയമാണ് ഈ പുതിയ ട്രെയിൻ നിരകൾ തെളിയിക്കുന്നത്. റെയിൽവേയുടെ ഈ പരിണാമം ഇന്ത്യയുടെ വളർച്ചാ യാത്രയുടെ വേഗത കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.